വയോജനങ്ങളെ മുന്നിൽ കണ്ട് അവർക്ക് സൗകര്യപ്രദമാകുന്ന വയോജന സൗഹൃദ ഭവനങ്ങളും നൽകുമെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും കൊല്ലം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്വപ്നക്കൂട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലൈഫ് പദ്ധതിക്ക് പുറമെ വയോജനങ്ങളെ മുന്നിൽ കണ്ട് അവർക്ക് സൗകര്യപ്രദമാകുന്ന ഭവന നിർമ്മാണത്തിനും സർക്കാർ ഊന്നൽ നൽകുകയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്വപ്നക്കൂട് പദ്ധതി കൊട്ടാരക്കര മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദീകരിച്ചിട്ടുണ്ട്. സാധാരണ വീടുകളെക്കാളും വ്യത്യസ്തമായി കുറച്ചുകൂടി വിപുലമായ സൗകര്യമുള്ള 9,60,000 രൂപ ചെലവ് വരുന്ന ഭവനങ്ങളാണ് ഈ പദ്ധതി അനുസരിച്ച് നിർമ്മിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ മോഡലാണ് ഇവിടെ കൊടുത്തത്. 2 ബെഡ്റൂമും അടുക്കളയും ടോയ്ലറ്റ് സംവിധാനം അടക്കമുള്ള വിപുലമായ സൗകര്യങ്ങളുള്ള നല്ല സാധാരണഗതിയേക്കാളും സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും സൗകര്യമുള്ളൊരു വീട് പദ്ധതി പ്രഖ്യാപിച്ച 5 ലക്ഷം വീടുകൾ അടുത്ത വർഷത്തോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ആ വകുപ്പിന്റെ എല്ലാ റിപ്പോർട്ടുകൾ വരുന്നത്. അടുത്ത 2 വർഷം കൊണ്ട് 10,000 കോടി രൂപ ഹൗസിംഗ് മേഖലയിൽ ലൈഫ് പദ്ധതി പോലുള്ള മേഖലകളിൽ നമ്മൾ കൂടുതൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. ബഡ്ജറ്റിൽ വയോജന സൗഹൃദ ഭവന നിർമ്മാണം വിഭാവനം ചെയ്തിട്ടുണ്ട്. വീട് എന്ന സ്വപ്നം ജീവിത സായാഹ്നത്തിലും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ലൈഫ് പദ്ധതിയിലൂടെ 4 ലക്ഷം വീടുകൾ 7.5 വർഷക്കാലം കൊണ്ട് നിർമ്മിച്ചു നൽകി. 5 ലക്ഷം വീടുകൾ അടുത്ത 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ഭവനമെന്ന സാധാരണക്കാരന്റെ ആഗ്രഹത്തിന് സാക്ഷാത്കാരം നൽകുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്ക് തെളിവെന്ന് മുഖ്യ അതിഥിയായി പങ്കെടുത്ത ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ഗോപൻ അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ്.ആർ. രമേശ്, വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ പി.പി. സുനീർ, സ്ഥിരം സമിതി അധ്യക്ഷർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.